പാലക്കാട് KPM റീജൻസി ഹോട്ടലിൽ നിന്നാണ് രാഹുൽ അറസ്റ്റിന് വിധേയമായത്. ഇന്ന് വെളുപ്പിനാണ് വളരെ നാടകീയമായ നീക്കത്തിലൂടെ പോലീസ് SIT രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. ഐഷുത്തൽ ഷംനാൻ്റെ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേർന്നു. ഷംന, ശരിക്കും ഇരുന്ന് വാർത്ത ചോരാതിരിക്കാൻ പോലീസ് പരമാവധി ശ്രദ്ധിച്ചിരുന്നു. മാധ്യമക്കാർക്ക് ആദ്യമൊന്നും ഇത് ചോർന്ന് കിട്ടിയില്ല, അതും സത്യമാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട്? ഗുഡ് മോർണിംഗ്. അതീവ രഹസ്യമായിട്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കം എന്ന് പറയുന്നത്. ഒരാഴ്ച മുൻപാണ് യുവതി അന്വേഷണ സംഘത്തിന് ഇമെയിൽ മുഖാന്തരം പരാതി നൽകുന്നത്. കഴിഞ്ഞ 3 ദിവസം മുൻപ് രാഹുലിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നുമുണ്ട്. പക്ഷേ അതൊന്നും ഒരു ഘട്ടത്തിൽ പോലും പുറത്തു വന്നിട്ടില്ല. അതീവ രഹസ്യമായി തന്നെ അന്വേഷണ സംഘം ഇതൊക്കെ മറച്ചു വെക്കുന്നു. മാത്രവുമല്ല, മഫ്തിയിൽ ഈ അന്വേഷണ സംഘം പാലക്കാട് ജില്ലയിൽ എത്തുന്നുമുണ്ട്, രാഹുലിനെ നിരീക്ഷണത്തിൽ ആക്കുന്നുമുണ്ട്. പക്ഷേ ഇതൊന്നും രാഹുലിന്റെ സംഘമോ ഉൾപ്പെടെ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഇന്നലെ രാത്രി 12:30 കൂടിയാണ് ഈ അന്വേഷണ സംഘം പാലക്കാട് SP-യുടെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ DYSP-യുടെ നേതൃത്വത്തിലുള്ള സംഘം 2 വാഹനങ്ങളിലായി 8 പേരടങ്ങുന്ന അന്വേഷണ സംഘമാണ് KPM ഹോട്ടലിൽ ഇന്നലെ രാത്രി 12:30 കൂടി എത്തിയത്. അതിനുശേഷം രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെ അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. പിന്നീട് KPM ഹോട്ടലിലെ റിസപ്ഷൻ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം കൈക്കലാക്കുന്നു, അത് മേടിച്ചു വെക്കുന്നു. പിന്നീടാണ് രാഹുലിന്റെ മുറിയിൽ പോയി 2002 മുറിയിൽ പോയി രാഹുലിനെ പിടികൂടുന്നത്. രാഹുലിനോട് അന്വേഷണ സംഘവുമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ശേഷം രാഹുലിനെ ആദ്യഘട്ടത്തിൽ രാഹുൽ വിസമ്മതിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് അന്വേഷണ സംഘത്തിന് വഴങ്ങി കൂടെ പോവുകയായിരുന്നു. അങ്ങനെയാണ് രാഹുൽ പിടിയിലാവുന്നത്. ഇതിൽ 1ഉം 2ഉം കേസുകളിൽ സംഭവിച്ചതിന് സമാനമായ രീതിയിൽ തന്നെയാണ് 3ാമത്തെ കേസിലും സംഭവിച്ചത്. അതായത് വിവാഹ വാഗ്ദാനം നൽകുന്നു, പിന്നീട് യുവതിയെ പീഡിപ്പിക്കുന്നു, കല്യാണം കഴിക്കണമെങ്കിൽ, വീട്ടിൽ സമ്മതിക്കണമെങ്കിൽ ഒരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ തന്നെ ആവശ്യപ്പെടുന്നു, ഗർഭിണിയാക്കുന്നു, പിന്നീട് നിർബന്ധിച്ച ഗർഭചിത്രം നടത്തുന്നു. പക്ഷേ 3ാമത്തെ കേസിൽ രാഹുലിന് കുരുക്കാവുന്നത് കൂടുതൽ തെളിവുകൾ ഉണ്ട് എന്നതാണ്. അതായത് ആദ്യ കേസിലടക്കം ഈ രാഹുൽ കോടതിയിൽ ഉയർത്തിയ ഒരു വാദം, വിവാഹിതയായ ഒരു സ്ത്രീ, ആ സ്ത്രീ ഗർഭിണിയായാലോ ഗർഭചിത്രം നടത്തിയാലോ അതിന് താനല്ല ഉത്തരവാദി, ഭർത്താവായിരിക്കും എന്നൊക്കെ ഒരു വാദമായിരുന്നു. അത്തരം ചില വാചകങ്ങളായിരുന്നു രാഹുൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ 3ാമത്തെ കേസിലേക്ക് വരുമ്പോൾ ഗർഭചിത്രം നടത്തിയതിന്റെ മുൻപ് ആ കുട്ടി കൃത്യമായി തന്നെ ഈ ആശുപത്രി രേഖകൾ ഈ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഭ്രൂണത്തിന്റെ ചില സാമ്പിളുകൾ അത് ഈ പെൺകുട്ടി കൃത്യമായി തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ലാബിൽ നൽകിയിരുന്നു. പിന്നീട് DNA ടെസ്റ്റ്, അതായത് ഈ 3ാമത്തെ കേസിലും ഈ യുവതിയോട് രാഹുൽ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, ഈ കുട്ടി വേറെ ആരുടെയെങ്കിലും ആകാം, തന്റെ കുട്ടിയല്ല എന്ന് രാഹുൽ പറയുന്നു. പക്ഷേ യുവതി കൃത്യമായി തന്നെ ആ സാമ്പിൾ ലാബിൽ നൽകി DNA പരിശോധനയ്ക്ക് വരാൻ വേണ്ടി രാഹുലിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് രാഹുൽ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ഇതടക്കമുള്ള കൃത്യമായ തെളിവുകളാണ് 3ാമത്തെ കേസിൽ ഈ പരാതിക്കാരി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ അത്തരം ഒരു പൂട്ടൽ തന്നെയായിരുന്നു രാഹുലിനെതിരെ ഇന്നുണ്ടായത്. ഇത്തരം കൃത്യമായ, അതായത് DNA സാമ്പിൾ അടക്കം ലഭിക്കുന്ന തരത്തിൽ കൃത്യമായ തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ അന്വേഷണ സംഘം ഈ കാര്യങ്ങളെല്ലാം അതീവ രഹസ്യമായി വെച്ചു. ഈ അന്വേഷണ സംഘം പാലക്കാട് എത്തിയത് പോലും അതീവ രഹസ്യമായിട്ടായിരുന്നു. പിന്നീട് രാഹുലിനെ പിടികൂടുന്നു. അതും രാഹുലിന്റെ ഒപ്പം പേഴ്സണൽ സ്റ്റാഫുകൾ ഉൾപ്പെടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് KPM ഹോട്ടലിലേക്ക് അന്വേഷണ സംഘം എത്തുന്നതും രാഹുലിനെ പിടികൂടുന്നതും. അങ്ങനെ കൃത്യമായ രേഖകളുണ്ട്. മറ്റൊന്ന്, ഈ യുവതി പാലക്കാട് എത്തിയിരുന്നു. പാലക്കാട് രാഹുലിന് വേണ്ടി ഒരു ഫ്ളാറ്റ് രാഹുൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുവതിയെ സാമ്പത്തികമായി തന്നെ രാഹുൽ ചൂഷണം ചെയ്തു. നിരവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ യുവതിയോട് ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ളൊക്കെയാണ് മൊഴി വരുന്നത്. എന്തായാലും 3ാമത്തെ കേസ് രാഹുലിന് കുരുക്ക് മുറുകുന്നു എന്നതാണ് സാഹചര്യം. ഓക്കെ, നമുക്കിപ്പോൾ ഐഷുത്തൽ ഷംനയാണ് പാലക്കാട് നിന്ന് ചേർന്ന്. പാലക്കാട് KPM റീജൻസി ഹോട്ടലിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെ രാത്രി 12:30 ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.